ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മിജൂസ് ലൈഫ് വ്ളോഗ്. അപ്പം നമ്മൾ നാട്ടിലോട്ട് എത്തി. എന്നിട്ട് നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ വേറൊരു ട്രിപ്പ് പോവാണ്. നമ്മൾ ഇതിന് മുമ്പ് ഒരു ദിവസം മുമ്പ് കൊടൈക്കനാലായിരുന്നു ഉണ്ടായിട്ടുണ്ടായത്. ഇപ്പം നാട്ടിലേക്ക് വന്ന് ബ്രദറിൻ്റെ കൂടെയൊക്കെ ട്രിപ്പ് പോകാൻ കേട്ടോ. അപ്പം നമ്മൾ പോകുന്നത് ഊട്ടിയിലേക്കാണ്. ഓൾറെഡി ഊട്ടിയിലോട്ട് പോയിട്ടുണ്ട്, എന്നാലും ഒരു ഊട്ടി പോകാനുള്ള ഒരു ബോധിക്ക് നമ്മളങ്ങനെ ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാം എടുത്ത് വെക്കാണ്. എല്ലാം സെറ്റായതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഓൾറെഡി ടൈം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. ഒരു ടൈം വെച്ചിട്ടാണ് നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നത്. ഒരു രാവിലെയൊക്കെ ആകുമ്പം ഊട്ടിയിലെത്താമെന്നുള്ള പ്ലാനിങ്ങിലാണ് പോകുന്നത്. നടക്കോ ഇല്ലയോ അങ്ങനെയൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ കൂടെ കിടക്കിയ സാധനം ബാഗൊക്കെ എടുത്ത് വണ്ടിയിൽ കുത്തി നിറച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പിന്നെ പോവാന്ന് കേട്ടോ. പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ പാപ്പനശ്ശേരിയിൽ നിർത്തിയിട്ട് ചായയും ഒന്ന് കുടിച്ചൊന്ന് ഫ്രഷ് ആയിട്ടുണ്ടായിനി. അപ്പം പിന്നെ ഞാൻ വ്ളോഗ് എടുത്തിട്ടുണ്ടായത്, വീഡിയോ എടുത്തിട്ടുണ്ടായത് വയനാട് എത്തിയപ്പോഴാണ് കേട്ടോ. അതിന് ശേഷം വണ്ടി കയറി കുറച്ച് ടൈം കഴിഞ്ഞപ്പം തന്നെ നല്ല ഉറക്കമായിരുന്നു ഉണ്ടായിട്ടുണ്ടായത്. പിന്നെ വീഡിയോ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ കണ്ണ് തുറന്നപ്പോൾ ഇവിടെയാണ് എത്തിയിട്ടുണ്ടായത്. ഏകദേശം വയനാടൊക്കെ എത്തിയിട്ടുണ്ടായിന് ആ ടൈം. അപ്പോൾ വയനാട് എത്തിയപ്പം നമ്മൾ വിചാരിച്ചു ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇനി മുന്നോട്ട് പോകാമെന്ന്. രാവിലെ ഊട്ടിയിലെത്തും എന്നുള്ള പ്ലാനിങ്ങിലാണ് ഇറങ്ങിയിട്ടുണ്ടായത്. അപ്പം നമ്മളൊന്ന് സൈഡാക്കിയിട്ട് നമ്മളൊന്ന് അപ്പം കറിയൊക്കെ കഴിച്ച്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായി ഇവിടെ മുകളിൽ നല്ല വ്യൂ ഉണ്ടെന്ന്. അപ്പോൾ അവിടുന്ന് അവർ പറഞ്ഞിട്ട് കേട്ടിട്ട് നമ്മൾ നേരെ മുകളിലോട്ട് പോകാമെന്ന് കേട്ടോ. മുകളിൽ പോയിട്ട് അവിടെ കാണാൻ അടിപൊളിയാണ് ഉണ്ടായിട്ടുണ്ടായത്. നല്ല രസമുണ്ടായിരുന്നു ഇതൊക്കെ കാണാൻ വേണ്ടിക്ക്. നല്ലൊരു വ്യൂ, അടിപൊളി വ്യൂ ആണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായത്. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായി. പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായത് മസനഗുഡി എത്തിയപ്പോഴാണ് കേട്ടോ. മസനഗുഡി വഴിയാണ് നമ്മൾ ഊട്ടിയിൽ പോയിട്ടുണ്ടായത്. അപ്പോൾ പിന്നെ ബാക്കി വീഡിയോസ് വരുന്നത് മസനഗുഡിയിൽ നിന്നാണ് കേട്ടോ. അങ്ങ് വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണും ആനനെ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എടുത്തതായിരുന്നു ആനനെ. കണ്ടപ്പം തന്നെ വേഗം എടുത്തതാണ്. അപ്പം അങ്ങനെ വേറെ ഒന്നിനും ഞങ്ങളങ്ങനെ മെയിനായിട്ട് കണ്ടിട്ടൊന്നുമില്ല. ഒരുപാട് മാനിനൊക്കെ കണ്ടിട്ടുണ്ടായിനി, വേറെ ഒന്നും മെയിനായിട്ട് അങ്ങനെ കാണലില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നവരും ഏകദേശം ഇതൊക്കെ പോലെ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായത്. പക്ഷേ വീഡിയോസിൽ കുറേ സംഭവം എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് പോവാൻ. കുറേ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതുപോലെയാണ് പോയിട്ടുണ്ടായത്. പക്ഷെ ആനനെ മാത്രമേ കണ്ടുള്ളൂ, വേറെ ഒന്നും കണ്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെയാണ് കണ്ടിട്ടുണ്ടായത്. അപ്പോൾ മസനഗുഡി എത്തി. അതിന് ശേഷം നമ്മൾ ഊട്ടിയിൽ എത്തിയിട്ടുള്ള വീഡിയോ വന്നിട്ട് എടുത്തിട്ടുണ്ടായത്. അപ്പം ഊട്ടിയിൽ എത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ലഞ്ച് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിന് കേട്ടോ. എന്നിട്ട് ലഞ്ചൊക്കെ കഴിക്കാൻ വേണ്ടിക്ക് ഓൾറെഡി എല്ലാവരും ടയേർഡ് ആയിട്ടുണ്ടായിന്. വണ്ടി തന്നെ ഇങ്ങനെ റെസ്റ്റ് ഒന്നും ചെയ്യാതെ ഇങ്ങനെ വന്നല്ലേ. അപ്പോൾ എല്ലാവരും ഒരു സൈഡ് ആയിട്ടുണ്ടായിട്ടുണ്ടായിന് അവിടെ എത്തുമ്പം തന്നെ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ റൂമിലോട്ടേക്കാണ് പോകുന്നത്. ഓൾറെഡി റൂം നമ്മൾ ബുക്ക് ചെയ്തിട്ടതിന് വന്നിട്ടുണ്ടായത്. അതുകൊണ്ട് നമുക്ക് റൂമിൻ്റെ ബാക്കിൽ ഇങ്ങനെ റൂം നോക്കിയിട്ട് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. അടിപൊളി റൂമേനു കേട്ടോ ഉണ്ടായിട്ടുണ്ടായത്. നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു റൂം എങ്ങനെയായിരിക്കും പോയിട്ട് ഉണ്ടാവാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം റൂമും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഉണ്ടായത്. അപ്പോൾ റൂമിൻ്റെ ഡീറ്റെയിൽ എന്തെങ്കിലും വേണമെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്തായാലും ഡീറ്റെയിൽസ് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ ഇതാണ് നമ്മളെ റൂം വന്നിട്ടുണ്ടായത്. ഇത് റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. നമ്മളിങ്ങനെ താഴെ നിൽക്കുകയാണ്, റൂം അവർ റെഡിയാക്കുന്നേ ഉള്ളൂ. ചെമ്മ ഭയങ്കര ചിരിയും കളിയാണ് കേട്ടോ ഉള്ളത്. അപ്പം നമ്മൾ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ റൂമൊക്കെ നോക്കുകയാണ്. നമ്മൾ സെപ്പറേറ്റ് റൂമൊന്നും എടുത്തിട്ടില്ല, എല്ലാവർക്കും കിടക്കേണ്ട ഒരു സ്പേസ് കിട്ടിയപ്പോൾ അതാണ് ബെറ്റർ എന്ന് തോന്നിയിട്ട് ഈ ഒരു റൂമാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായത്. അടിപൊളി റൂമാണ്, എന്തും കൊണ്ട് ഒരു കംഫർട്ടബിളായ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നോക്കിയാലുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. നല്ല രസമുണ്ടായിന് കാണാൻ വേണ്ടിക്ക്. ഇങ്ങനെ എല്ലാ ഭാഗവും ഇങ്ങനെ കാണുന്നത് പോലത്തെ ഒരു ഫീൽ ചെയ്യുന്നു ഉണ്ടായത്. നല്ല രസമുണ്ടായിരുന്നു, ഭയങ്കര ഇഷ്ടമായി ഇവിടെ നിന്നുള്ള വ്യൂ കാണാൻ വേണ്ടിക്ക്. പിന്നെ നമ്മളൊന്ന് കുളിച്ച് ഫ്രഷൊക്കെ ആയി കുറച്ച് ടൈം കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ ആട്ടോ എണീച്ചിട്ടുണ്ടായത്. പിന്നെ റെഡിയായി റൂമൊക്കെ പൂട്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായി. പുറത്തിറങ്ങി ചായയൊക്കെ കുടിച്ച് ഒന്ന് ഈ ടൈം ഏകദേശം ഒരു നൈറ്റൊക്കെ ഇരുട്ട് വരാനൊക്കെ ആയിട്ടുണ്ടായിന്. ആ ഒരു ടൈം നമ്മൾ പുറത്ത് പോയി ഒന്ന് ചായയൊക്കെ കുടിച്ച് പിന്നെ എന്താ പറയുക, മെഹറാക്ക് സ്ഥിരം പരിപാടിയാണല്ലോ ഫസ്റ്റ് മുട്ടായി ഒക്കെ വേണ്ടത്. അപ്പോൾ മുട്ടായും കാര്യങ്ങളൊക്കെ വാങ്ങി ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് തന്നെ ഇരുട്ടടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിന്.
ആ ഒരു ടൈം വേറെ എവിടെ പോകാനുള്ള ഓപ്ഷനൊന്നുമില്ല. അപ്പം നമ്മൾ വിചാരിച്ചു മെയിൻ പരിപാടി തന്നെ അവിടെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്കറ്റിലൊക്കെ ഒന്ന് പോയി ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങോട്ടേക്കാണ് കേട്ടോ ഇനി പോകുന്ന വഴിക്ക് എന്ത് കണ്ടാലും എൻ്റെ മോൾക്ക് വേണം എല്ലാ സാധനവും, ഓൾക്ക് വേണം, ഓൾക്ക് ഉള്ളതായാലും ഓൾക്ക് എല്ലാ സാധനവും വേണം. അപ്പോൾ ഇത് കൈപിടിച്ച് നടക്കുന്നുണ്ട്. എന്തിനാണെന്നറിയോ, സോപ്പിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കൈപിടിച്ച് നടക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് അവിടുത്തെ ഓരോ ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടായി. പക്ഷെ ഫസ്റ്റ് നമ്മളൊരു ചോള വാങ്ങിയിട്ടുണ്ടായി. അത് ഭയങ്കര ഫ്ലോപ്പായി പോയി കേട്ടോ. എന്താ അറിയില്ല, വായിലിട്ടതേ ഓർമ്മയില്ല, പിന്നെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എല്ലാവരും അത് കളഞ്ഞിട്ടുണ്ടായിന്. ഒരാൾ ടേസ്റ്റ് ചെയ്തിട്ട് അടുത്ത ആൾ വാങ്ങിയാൽ മതി എന്നാണ് വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷേ നമ്മൾ ഓർഡർ ചെയ്ത ടൈം സെറ്റായിട്ടാണ് ഓർഡർ കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഫസ്റ്റ് കഴിച്ചപ്പം തന്നെ അത് എന്തോ പോലെ, അതോ ഇപ്പം തന്നെ ഓർക്കുമ്പം തന്നെ എന്തൊക്കെയോ ആവുന്നു. പിന്നെ ഈ ഒരു പൊട്ടാറ്റോൻ്റെത് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ അത് ഒന്ന് മാത്രമേ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിട്ടുള്ളൂ. പക്ഷെ അത് വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടാമത് നമ്മൾ ചോള വാങ്ങിയിട്ടുണ്ടായിന്. അത് കുഴപ്പമില്ലാത്ത നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ചോക്ലേറ്റ് ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ സ്ഥലത്തോട്ടേക്കാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായത്. ഇവിടെ വന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഈ ഒരു ഷോപ്പൊന്നും കണ്ടിട്ടുണ്ടായിട്ടില്ല കേട്ടോ. ഉണ്ടായിരുന്നോന്നും എനിക്കറിയില്ല. ഈ തവണ വന്നപ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ കുറേ കൊറിയൻ ടീംസിൻ്റെ കൊറിയൻ ഡ്രസ്സ്, മീൻസ് നല്ല ഹൂഡിയുടെ പോലത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ജാക്കറ്റ്, അങ്ങനെ കുറേ ഡ്രസ്സ്, നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ സംഭവം ഉണ്ട് കേട്ടോ. പിന്നെ മെയിനായിട്ട് നമ്മൾ വാങ്ങിയത് ബജിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് ബജിയും കഴിക്കാൻ വേണ്ടിയിട്ട്. ബാക്കി വാങ്ങിയ ഫുഡും കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ ഫസ്റ്റ് വാങ്ങിയത് ഭയങ്കര സംഭവമാണ് കേട്ടോ. അത് ഓർക്കാൻ പോലും പറ്റുന്നില്ല, എന്തുകൊണ്ടാണ് അതങ്ങനെ ആയിപ്പോയെന്ന് അറിയില്ല ചോളം. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായത്. പിന്നെ മാങ്ങ വാങ്ങിയിട്ടുണ്ടായി. അതിൻ്റെ ഇടയിൽ എൻ്റെ മെഹറ ഒരുപാട് ടോയ്സ് വാങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ സൈഡിൽ നിന്ന്. ഞാൻ ആദ്യമായിട്ടാണ് ചോളം ഇങ്ങനെ ചെയ്തത് കഴിക്കുന്നത്, ഫസ്റ്റ് ടൈമാണ്. എപ്പോഴും ഇങ്ങനെ കാണും, പക്ഷേ ഇതിനോടല്ല താല്പര്യം. ഈ മസാലയൊക്കെ ഇട്ടിട്ട് അങ്ങനെ കഴിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അപ്പം അതാണ് കൂടുതൽ കഴിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റിൻ്റെ എന്താ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ഇവിടെ കയറിയിട്ടുണ്ടായി. ഒരുപാട് ഭയങ്കര ആൾക്കാരായിരുന്നു ഉണ്ടായത്. നമുക്ക് സാധനം പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലും അതുകൊണ്ട് നമ്മൾ ഒന്ന് വാങ്ങാണ്ട് ഇറങ്ങിയിട്ടുണ്ടായിട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് ഒരുപാട് കളക്ഷൻസ് ഡ്രസ്സിന് കൂടുതൽ ഞാൻ കണ്ടിട്ടുണ്ടായത്. എന്തൊക്കെയോ മോഡലുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്, ഓരോന്നിനും വലിയ റേറ്റും ഇല്ല, അങ്ങനെയാണ് ഉണ്ടായത്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എല്ലാം ഒരു കൊറിയൻ മോഡൽ അങ്ങനെയൊക്കെ പോലെ തോന്നിയത് ഡ്രസ്സെല്ലാം കാണപ്പോൾ. അപ്പോൾ പിന്നെ ഓൾറെഡി ഒരുപാട് ടൈമായിട്ടുണ്ടായി നമ്മൾ ഒന്ന് ചുറ്റിക്കറങ്ങി വരുമ്പോൾ. പോകുന്ന വഴിക്ക് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ടായി. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ തിരിച്ച് റൂമിലോട്ടേക്ക് വന്നു. അപ്പോൾ തിരിച്ച് റൂമിലോട്ട് വന്ന് പിന്നെ കിടന്നുറങ്ങി. പിന്നെ നെക്സ്റ്റ് ഡേ നമ്മൾ മൊത്തത്തിലൊന്ന് കറങ്ങാൻ പോകുന്ന വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അള്ളാ നെക്സ്റ്റ് വീഡിയോ എല്ലാവരും എന്തായാലും കാണാം. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്ന ആളാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും റൂമിൻ്റെ ഡീറ്റെയിൽസോ എന്തെങ്കിലും വേണമെങ്കിൽ തീർച്ചയായും മെസ്സേജ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ബായ്.